കൊച്ചിയിൽ പോലീസിന് നേരെ വീണ്ടും ആക്രമണം. ബംഗാൾ സ്വദേശിയായ യുവാവാണ് മദ്യലഹരിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. കടവന്ത്ര സ്റ്റേഷനിലെ CPOമാരായ ഷിബുലാൽ, ലിൻഡോ ഏലിയാസ് എന്നിവർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. പിന്നീട് പ്രതിയെ ബലപ്രയോഗത്തിലൂടെ പിടികൂടി സ്റ്റേഷനിലെത്തിച്ചെങ്കിലും അയാൾ അവിടെയും അക്രമാസക്തനായി. ഒടുവിൽ മദ്യത്തിന്റെ കെട്ടടങ്ങിയതോടെ ശാന്തനായ യുവാവ് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രി വൈറ്റില പാലത്തിന് സമീപമാണ് സംഭവം. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ബംഗാൾ സ്വദേശി തപൻ നാട്ടുകാരെ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് പ്രദേശവാസികൾ കടവന്ത്ര പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി തപനെ കസ്റ്റഡിയിലെടുത്ത് ജീപ്പിൽ കയറ്റുന്നതിനിടെയാണ് പരാക്രമം ഉണ്ടായത്. പോലീസ് ജീപ്പിൽ കയറ്റുന്നതിനിടെ CPOമാരായ ഷിജു രാജ്, ലിൻഡോ ഏലിയാസ് എന്നിവരുടെ കൈയിൽ കടിച്ചു. മെഡിക്കൽ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും പ്രതി അക്രമാസക്തനായി. എന്നാൽ ലഹരിയുടെ കെട്ടടങ്ങിയതോടെ പ്രതി ഇപ്പോൾ ശാന്തനാണ്. താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് തപൻ പറയുന്നത്. 19 വയസ്സുകാരനായ തപന് തിരിച്ചറിയൽ രേഖകളില്ലെന്നും പോലീസ് പറയുന്നു. വൈറ്റില പാലത്തിന് സമീപം താമസിക്കുന്ന പ്രതി കൊച്ചിയിലെത്തിയിട്ട് 3 മാസമായി. കഴിഞ്ഞ ദിവസവും കൊച്ചിയിൽ പോലീസിന് നേരെ ആക്രമണമുണ്ടായിരുന്നു. അയ്യമ്പുഴയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ യുവതിയും യുവാവിനെയും കണ്ടത് തിരക്കിയപ്പോഴാണ് ഇരുവരും പോലീസിന് നേരെ തിരിഞ്ഞത്. ആക്രമണത്തിൽ SIയുടെ മൂക്കിടിച്ച് തകർക്കുകയായിരുന്നു. ആക്രമണത്തിൽ 4 പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. ന്യൂസ് 18 കൊച്ചി.